പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രചാരണത്തിന് മറിയ ഉമ്മൻ തന്നെ എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രചാരണ സമയത്ത്, ഇലക്ഷൻ സമയത്തൊക്കെ സ്വന്തം വയ്യായിക പോലും നോക്കാതെ സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണത്തിന് ഇറങ്ങുന്ന വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. ഇത്തവണ UDF സ്ഥാനാർത്ഥികളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഉമ്മൻചാണ്ടിയെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാന്നിധ്യം കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണോ ഈ അപ്പ എല്ലാ ഇലക്ഷനിലും 140 മണ്ഡലങ്ങളിലും പോയിരുന്ന വ്യക്തിയാണ്. ആദ്യമായാണ് അപ്പ ഇല്ലാത്ത ഒരു നിയമസഭ ഇലക്ഷൻ വരുന്നത്. UDF കാൻഡിഡേറ്റ് വളരെ നല്ല ഒരു വേവ് UDFന് അനുകൂലമായിട്ടുണ്ട്. ഉറപ്പായിട്ടും UDF ഭരണത്തിൽ വരും. അപ്പയെ പോലെ ആകാനോ അപ്പയുടെ അസാന്നിധ്യം മാറ്റാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയില്ല. ഞങ്ങളെ ഓരോ മെമ്പേഴ്സിനെ കൊണ്ടും കഴിയാവുന്ന വിധം എത്തിച്ചേർന്ന് UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന്, നല്ല വിജയത്തിന് പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നതും. പത്തനാപുരത്തേക്ക് എത്തുമ്പോൾ ഈ ജനങ്ങളുടെ ഈ ഒരു പൾസ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്താണ് തോന്നിയത്? എനിക്കിവിടെ വന്ന് ഒരു കുറച്ച് സ്ഥലം എത്തിയപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ച ഒരു മട്ടം എനിക്ക് ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. പത്തനാപുരം പോലൊരു ഇടതുകോട്ടയിൽ ജ്യോതികുമാർ ചാമക്കാലയെ പോലെയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അതിന് പിന്നിൽ വലിയ ആത്മവിശ്വാസമുണ്ട്, കാരണമുണ്ട് എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്താണ് ഇത്തവണ? 25 വർഷമായി ഒരാൾ തന്നെ ജനപ്രതിയായിരിക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനാപുരം. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകമായി ബോധിപ്പിക്കേണ്ടതില്ല. ഇത്തവണ UDFന് ജയിക്കാൻ കഴിയുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ബൂത്ത് തലങ്ങളിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ 100% വിജയം ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഉമ്മൻ പ്രചാരണത്തിനൊപ്പം എത്തുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. തീർച്ചയായിട്ടും മറിയ ഉമ്മനെ സംബന്ധിച്ച് നേരത്തെ ചാണ്ടി ഉമ്മൻ ഈ യോഗത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക് മീറ്റിങ്ങിലെ പ്രസംഗം ഇപ്പോഴത്തെ MLA മന്ത്രി വളരെ വിവാദമാക്കി. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്ന മന്ത്രി നമ്മൾ കണ്ടു. ഇപ്പോൾ മറിയ ഉമ്മൻ അവരുടെ പ്രചാരണ പരിപാടികൾ ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ തുടങ്ങുന്നു എന്നുള്ളത് അത് മാത്രം മതി. അതിനകത്തെല്ലാം ഉണ്ട്. പത്തനാപുരത്ത് നിന്ന് തന്നെ അത് തുടങ്ങാനുള്ള കാരണം എന്താണ്? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ 5 വർഷമായിട്ടുള്ള ഒരു കഠിനാധ്വാനം പത്തനാപുരം 2 പ്രാവശ്യമായി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് തുടങ്ങാൻ നിശ്ചയിച്ച് ഇവിടെ നിന്ന് തുടങ്ങിയത്. പത്തനാപുരത്ത് നിന്ന് മറിയ ഉമ്മനും UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് ഒപ്പം ചേരുകയാണ്. മാവേലിക്കരയിൽ ഉൾപ്പെടെ പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾക്കൊപ്പം വരുന്ന ദിവസങ്ങളിൽ മറിയ ഉമ്മനും കാണും എന്നുള്ളതാണ് പറയുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.